ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ബഹിരാകാശ മുന്നേറ്റങ്ങളെക്കുറിച്ചാണ്. വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ആദ്യത്തേത് ISRO രൂപീകൃതമായ വർഷമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1969. 9 തിരിച്ചിട്ടാൽ 6, പിന്നെയും 9 തന്നെ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ 1969. പിന്നെ ISROയ്ക്കകത്ത് തന്നെ I എഴുതുമ്പോൾ 1 എന്ന് ഓർക്കുക, 6 വരുമ്പോൾ ISROയുടെ 6 നമ്മളല്ലാതെ ന്യൂമറിക്കലായിട്ട് 6 എഴുതും, അതും ഓർത്ത് വെക്കുക. അപ്പം അങ്ങ് പെട്ടെന്ന് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ബംഗളൂരു ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണത്? തുമ്പ, വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ. ഇനി ശ്രദ്ധിക്കണം, ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിയുന്ന ഏക വികസ്വര രാജ്യമാണ് ഇന്ത്യ. ഓക്കെ, ഏക വികസ്വര രാജ്യമാണ്. ഡെവലപ്ഡ് അല്ല, ഡെവലപ്പിംഗ് കൺട്രിയാണ്. പിന്നെ ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ആര്യഭട്ടയാണ്. അത് ഓർക്കുക, അതെന്നായിരുന്നു? 1975. ഫസ്റ്റ് 1 എന്ന് ഓർത്ത് വെക്കുക, പിന്നെ എല്ലാം 2 കുറച്ചാൽ മതി. 9 എന്ന് ഓർത്ത് വെച്ചാൽ 9ൽ നിന്ന് 2 കുറച്ച് 7, 7ൽ നിന്ന് 2 കുറച്ച് 5, അങ്ങനെ 1975 ആര്യഭട്ട എന്ന് നമുക്ക് പെട്ടെന്ന് കിട്ടും. അടുത്തത് ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതാണത്? ചന്ദ്രയാനാണ്. പിന്നെ വർഷവും ഡേറ്റുമാണ് നമ്മൾ മറന്നു പോകുന്നത്. 2008 ഒക്ടോബർ 22. 2008 ഒക്ടോബർ 22. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യം, അതും എല്ലാവർക്കും അറിയുന്നതാണ്, മംഗൾയാനാണ്. ഈ മംഗൾയാൻ ഒരു പ്രത്യേകതയുള്ളത് എന്താണ്? ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം. എങ്ങനെയാണ്? ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകമാണ് മംഗൾയാൻ. ഇനി ഇന്ത്യ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമായി വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എന്ത്? എഡ്യൂസാറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ സിമ്പിൾ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ലക്ക് പോലെ ചോദിക്കുന്നതാണ്. ഇനി ഇന്ത്യയുടെ ബഹിരാകാശ മുന്നേറ്റങ്ങളെ പറ്റി പറയുമ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത 2 വ്യക്തിത്വങ്ങളാണ് വിക്രം സാരാഭായിയും ഡോക്ടർ APJ അബ്ദുൽ കലാം. അപ്പം വിക്രം സാരാഭായി ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് തുമ്പ വിക്ഷേപണ കേന്ദ്രം വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ APJ അബ്ദുൽ കലാം നമ്മുടെ ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. ശാസ്ത്രജ്ഞനും ഗവേഷകനുമായിരുന്നു. പിന്നെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാമാണ്. ഇന്ത്യൻ മിസൈൽ സാങ്കേതിക വിദ്യയുടെ പിതാവെന്നും അറിയപ്പെടുന്നു. അപ്പം ഞാൻ ഓടിച്ചു പോകുമായിരുന്നു. ഇത്രയും കാര്യങ്ങൾ വളരെ കാര്യമായിട്ട് പഠിക്കുക, ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇതിൽ നിന്ന് 1 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പം വീഡിയോ ആദ്യം കാണുന്നവരെ